Insta360 Go 3 ഈ ഒരു പ്രൊഡക്റ്റ് ആണ് എൻ്റെ കയ്യിലുള്ളത്. ചെറിയ ക്യാമറകൾ ഇറക്കുന്നതിനകത്ത് ഏറ്റവും കൂടുതൽ ക്യാമറകൾ ഇറക്കിയിട്ടുള്ളതും നല്ല പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഇറക്കിയിട്ടുള്ളതും ഇൻസ്റ്റാ സീരീസ് ആണ്. അപ്പോൾ ഇതിലൊരു ടാഗ് ലൈൻ ഈ പ്രൊഡക്റ്റിന് കൊടുക്കുകയാണെങ്കിൽ ടൈനി ക്യാൻ ഗോ ബിഗ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. കാരണം ഈ ഒരു ആക്ഷൻ ബോർഡ് മാത്രമായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മുടെ രണ്ട് വിരലിൻ്റെ അത്രയും കുഞ്ഞനായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണിത്. പക്ഷെ ഇതിന്റെ ബേസിൽ ഉറപ്പിച്ചു വെച്ചാൽ മാത്രമാണ് നമുക്ക് ഇതിന്റെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. പക്ഷേ നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുവന്ന് റെക്കോർഡ് ചെയ്യണമെങ്കിൽ ഈ ആക്ഷൻ ബോർഡ് മാത്രമായിട്ട് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ട്രാവൽ ഇഷ്ടപ്പെടുന്നവർ അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേഷൻ മൊത്തത്തിൽ ഇഷ്ടപ്പെടുന്ന അവരുടെയൊക്കെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ്. അവരെങ്ങനെയാണ് കാര്യങ്ങളെ നോക്കി ഒരേ സംഭവം തന്നെ നമ്മൾ പല ആൾക്കാരും കാണുമ്പോൾ പലതും പല രീതിയിലാണ് കാണുന്നത്. അപ്പോൾ ഒരു സംഭവം തന്നെ 4 പേര് ചെയ്യുമ്പോൾ 4 രീതിയിലുള്ള ഔട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അവരവരുടെ സ്കേറ്റിംഗ് ആയിക്കോട്ടെ, ഫുഡ് ബ്ലോഗിങ് ആയിക്കോട്ടെ, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തും ആയിക്കോട്ടെ, സൈക്ലിംഗ് ആയിക്കോട്ടെ, ഹില്ല് ആയിക്കോട്ടെ, നമുക്ക് ക്ലൈമ്പിങ്ങിന് പോകണം, അല്ലെങ്കിൽ ട്രക്കിങ്ങിന് പോകുന്നു, അല്ലെങ്കിൽ പുഴയിൽ സ്വിം ചെയ്യാൻ പോകുന്നു, ഒരു കുളത്തിൽ നിങ്ങൾ ചാടുന്നു, ഇവിടെ എല്ലാം നിങ്ങൾക്ക് നിങ്ങളോടൊപ്പം ചേർത്ത് നിർത്തി കൊണ്ടുപോകാൻ നടക്കും. ഇപ്പൊ ഇത് ഒരു 5 മീറ്റർ വരെ, അതായത് 15-16 അടി വരെ ആഴത്തിലും അത്രയും അടി താഴെ നമ്മൾ പോകുള്ളൂ. എന്തായാലും സ്വിമ്മിങ്ങിനൊക്കെ അത്രയും താഴത്തിൽ പോയാൽ പോലും പ്രത്യേകിച്ച് പ്രൊട്ടക്ഷൻ ഒന്നും കൊടുക്കാണ്ട് നമുക്ക് ഈസി ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ അക്വേറിയൊക്കെ ഷൂട്ട് ചെയ്യാൻ നേരത്തെ വലിയ അക്വേറിയങ്ങളുടെ അകത്തൊക്കെ നമ്മൾ പുറത്തുനിന്ന് നമ്മൾ എങ്ങനെയൊക്കെ എടുത്താലും അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്, ഒരു ആംഗിളിലാണ് കിട്ടുന്നത്. പക്ഷെ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഇരുമ്പ് ദണ്ടോ അല്ലെങ്കിൽ ഇരുമ്പ് സ്കെയിലിലോ ഇതിന് വെറുതെ ഒരു മാഗ്നറ്റ് ഉണ്ട് ഇതിന്റെ ബാക്കിൽ, വെറുതെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കുറച്ച് നേരം അനക്കാതെ വെച്ച് റെക്കോർഡ് ചെയ്യണമെങ്കിൽ വേറെ ലെവലിലുള്ള ഒരു വീഡിയോ ആയിരിക്കും കിട്ടുന്നത്. ഇതേ സാധനം തന്നെ കുറച്ച് ലെങ്തിയായ സാധനം വെച്ച് നിങ്ങൾ കുളത്തിൽ ഇറങ്ങാണ്ട് തന്നെ എടുക്കാൻ പറ്റും. അപ്പൊ ഇതിന്റെയൊക്കെ താഴെ എന്താ നടക്കുന്നതെന്ന് അറിയാനുള്ള ഒരു കൗതുകം ഉണ്ടല്ലോ. ഇതൊക്കെ നമുക്ക് ഇത് വെച്ച് ഷൂട്ട് ചെയ്തിട്ട് കാണുമ്പോൾ അതൊരു വേറെ ലെവൽ വീഡിയോ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കടലിലായിക്കോട്ടെ എവിടെയും നമുക്ക് വെള്ളത്തിൽ നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇത് ഹാൻഡിൽ ചെയ്യുമ്പോൾ അത്യാവശ്യം തറയിലേക്ക് ഒന്ന് വീണാലും പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. അത് ഷേക്ക് പ്രൂഫാണ്. ചെറിയ വീഴ്ചയൊന്നും ഇതിന് ഏൽക്കുന്ന ഒരു റേഞ്ചിലല്ല ഇത് ചെയ്തേക്കുന്നത്. പിന്നെ വേറൊരു പ്രത്യേകത പറയുകയാണെങ്കിൽ ഇതിന് മാഗ്നറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടെ ചെറിയൊരു മാല കൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ മാലയിൽ നമുക്ക് ഇതിനെ ഒട്ടിച്ച് വെച്ചിട്ട് നമുക്ക് കളഞ്ഞു പോവാതെ ഈസി ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റും. ഷൂട്ട് നടക്കും, ഓൺ ചെയ്ത് വെച്ചാൽ ഷൂട്ട് നടക്കും, നമുക്ക് കളഞ്ഞു പോവാതെ ഹാൻഡിൽ ചെയ്യാനും പറ്റും. അല്ലാത്ത സമയം നമുക്കിത് സ്റ്റിക്ക് ചെയ്ത് നമ്മുടെ ഷൂട്ടിന് വേണ്ടി, അതായത് നമുക്ക് കണ്ടുകൊണ്ട് തന്നെ ചെയ്യണമെങ്കിൽ ഇത് കണ്ടുകൊണ്ട് തന്നെ ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. പിന്നെ അതിൻ്റെ ക്വാളിറ്റി പറയുകയാണെങ്കിൽ 2.7K ഔട്ടാണ്, ഏകദേശം 4K അടുത്ത് നമുക്ക് ഔട്ട് തരുന്നത്. അത്രയും കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിലാണ് നിങ്ങൾക്ക് 4K ഔട്ട് കിട്ടുക എന്നുള്ളതാണ് ഒരു വിസ്മയകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളൊരു ദിവസം ഷൂട്ട് ചെയ്ത സാധനങ്ങൾ പലപ്പോഴും നിങ്ങളുടെ മനസ്സിൽ, അല്ലെങ്കിൽ ഞാനും നിങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ആംഗിൾസ് ഉണ്ടാവും ഓരോ ദിവസം നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ. ഇതിരുന്ന് എഡിറ്റ് ചെയ്യാനോ ഔട്ട് ഇറക്കാനോ ഒന്നും നമുക്ക് പലപ്പോഴും പറ്റാത്തത് കൊണ്ട് ഇതൊക്കെ വിസ്മൃതിയിലാണ്ട് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇതിനകത്ത് ഒരു AI ബേസ്ഡ് ആയിട്ടുള്ള ഒരു എഡിറ്റിംഗ് ടൂള് കൂടെ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ അത് തന്നെ സ്വന്തമായിട്ട് എഡിറ്റ് ചെയ്ത് നമ്മുടെ അടുത്ത വീഡിയോസ് ക്രമീകരിച്ച് ഒരു വീഡിയോ ആക്കി തരാനും ഈ ഒരു പ്രൊഡക്റ്റിൽ ഫീച്ചറുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ദിവസത്തെയും വീഡിയോ നമുക്കൊന്നും പറ്റിയില്ലെങ്കിൽ ഈ ഒരു AI ടൂള് വെച്ചിട്ട് എഡിറ്റ് ചെയ്ത് അതും ഔട്ട് ഇറക്കാനായിട്ട് നമ്മളെ ഈ പ്രൊഡക്റ്റ് സഹായിക്കും. അടുത്തതായിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് സ്ലോ മോഷൻ ഷൂട്ട് ചെയ്യാൻ പറ്റും, ഹൈപ്പർ ലാപ്സ് എടുക്കാൻ പറ്റും, ടൈം ലാപ്സ് എടുക്കാൻ പറ്റും. ഇനി ഇതൊന്നുമില്ലാതെ നിങ്ങൾക്ക് ഇത് മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ വോയിസ് വെച്ചിട്ട് കൺട്രോൾ ചെയ്യണം. അപ്പോൾ നമ്മൾ അലക്സയൊക്കെ ഉപയോഗിക്കുന്ന പോലെ നമുക്ക് കമാൻഡ് കൊടുത്തിട്ട് ഈ ഒരു കുഞ്ഞിനെ വർക്ക് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒരു ബേസിക് വളരെ അകലത്തിലല്ലാതെയാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ പോയി സ്റ്റാർട്ട് ഓപ്ഷൻ കൊടുക്കേണ്ടതൊന്നുമില്ല. അല്ലെങ്കിൽ സ്വന്തമായിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ട്രയൽ ചെയ്ത് നോക്കിയതിന് ശേഷം കട്ട് ചെയ്യാം, നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാം. അപ്പോൾ പ്രത്യേകിച്ച് ചില പ്രത്യേക സാഹചര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ വേറെ ആരും ഇല്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴായിരിക്കും കുറച്ചുകൂടെ കോൺഫിഡൻസ് കിട്ടുന്നത്. ആ സ്ഥലത്തൊക്കെ നിങ്ങൾ തന്നെ ക്യാമറാമാൻ ആവും, നിങ്ങൾക്ക് തന്നെ ഡയറക്റ്റ് ചെയ്യാം, നിങ്ങൾക്ക് തന്നെ സ്റ്റാർട്ട് പറയാം, ഷൂട്ട് ചെയ്യാം, സ്റ്റോപ്പ് ചെയ്യാം. ഇതിനെല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റാവുന്ന അഫോർഡബിൾ പ്രൈസിൽ ഏകദേശം 44,000 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അഫോർഡബിൾ പ്രൈസിങ്ങിൽ EMI ഓപ്ഷനും ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ്. കിട്ടാവുന്നതിൽ ഏറ്റവും കുഞ്ഞൻ ക്യാമറ എങ്കിൽ ഏകദേശം 4K അത്രയും ക്വാളിറ്റി തരാൻ പറ്റുന്ന AI വെച്ചിട്ട് നിങ്ങളുടെ പണിയൊന്നും അധികം നിങ്ങളെ കൊണ്ട് ചെയ്യിക്കാതെ നിങ്ങളുടെ കമാൻഡ് അനുസരിച്ച് ഷൂട്ട് ചെയ്ത് തരും, നിങ്ങൾക്ക് അനുസരിച്ച് എഡിറ്റ് ചെയ്ത് തരുന്ന ഒരാളിനെ നിങ്ങൾക്ക് കിട്ടുന്നത് പോലെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്യാമറയാണ് ഈ ഒരു കുഞ്ഞൻ ക്യാമറ. ഓക്കെ, ബൈ, താങ്ക് യു.